തീരാ ദുരിതമായി തലശ്ശേരി നഗരത്തിലെ നടുറോഡിലെ വെള്ളക്കെട്ട്. ഇത് കാരണം കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും വാഹനങ്ങൾക്കും ഏറെ പ്രയാസം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ദുരവസ്ഥ കാൽനൂറ്റാണ്ട് പിന്നിട്ടെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. തലശ്ശേരി മുകുന്ദ് ജംഗ്ഷൻ കവലയിലാണ് വെള്ളക്കെട്ട്. വാടിക്കൽ റോഡിന് നടുവിലെ വലിയൊരു മാൻഹോളാണ് വെള്ളക്കെട്ടിന്റെ പ്രഭവ കേന്ദ്രം. ഇവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം ലോഗൻസ് റോഡിലൂടെ ഒഴുകി ഷെമി ഹോസ്പിറ്റലിന് സമീപത്തെ ഡ്രൈനേജിൽ പതിക്കുകയാണ്. ഇതുവഴി കടന്നു പോകുന്ന നിരവധി ഇരുചക്ര വാഹനങ്ങൾ റോഡിൽ ഇന്റർലോക്ക് പാകിയതിനാൽ പൂപ്പലിൽ തട്ടി അപകടത്തിൽപ്പെടുകയാണ്. കാൽനട യാത്രക്കാർ തെന്നി വീഴുന്നതും നിത്യസംഭവമാണ്. വെള്ളക്കെട്ട് കാരണം ഈ ഭാഗങ്ങളിലെ വ്യാപാരം തീർത്തും നിശ്ചലമായിരിക്കുകയാണ്. മാൻഹോൾ ടെലിഫോൺ വകുപ്പിന്റെ നിയന്ത്രണത്തിലായതിനാൽ പരിഹാരം കാണാൻ നഗരസഭയും വിമുഖത കാട്ടുകയാണ്. മാൻഹോളിന് സമീപത്തെ ഓവുചാലിലെ മലിനജലവും പുറത്തേക്കൊഴുകുന്നതും ഇതിലൂടെയാണ്. വെള്ളക്കെട്ട് കാരണം ജനങ്ങൾ ഏറെ പ്രയാസപ്പെടുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് ജവാദ് അഹമ്മദ് പറഞ്ഞു. ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരിയിലെ ഈ ലോഗൻസ് റോഡിലെ വ്യാപാരികൾ ഒരു 10-25 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു ഭയങ്കരമായൊരു പ്രശ്നമാണ് ഈ വെള്ളം ഈ ഉറപൊന്തുക എന്നുള്ളത്. ഈ വാർഡിലെ കൗൺസിലറുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ ഒരു കിണറുണ്ട്, അതിൻ്റെ ഉറയാണ് എന്നാണ് കൗൺസിലിന് കിട്ടിയ വിവരം. അത് BSNLൻ്റെ ജംഗ്ഷൻ ബോക്സ് ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് അത് ഡയറക്റ്റ് ഇടപെടാൻ ബുദ്ധിമുട്ടാണ് എന്ന സ്ഥലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് 2 ആളുകൾക്കും ഞങ്ങളെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളുകൾ അതിൻ്റെ വിവരം അറിയിക്കുകയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ചില്ല. മെഞ്ഞാന്നുണ്ടായ ഇവിടുത്തെ വ്യാപാരികളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ, മെഞ്ഞാന്നൊരു കുട്ടിനെ തട്ടി പോകുന്ന ഒരു സ്ത്രീ ഇവിടുന്ന് സ്ലിപ്പായി വീഴുകയും അതുപോലെ ഒരു ബൈക്ക് മറിയുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും വളരെ സംഗമമായ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇത് നമുക്ക് സഹിക്കാൻ നിന്ന് അപ്പുറത്താവും. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയും ഈ ആരാണോ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉടനെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അധികൃതരോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. കാൽനൂറ്റാണ്ടിലേറെയായി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി സമീപത്തെ വ്യാപാരി ബാബു പറഞ്ഞു. ഈ സംഭവം തുടങ്ങിയിട്ട് 2000 കാലഘട്ടത്തിലാണ്. ഈ 25 കൊല്ലത്തിലടക്ക് നമ്മൾ പല പ്രാവശ്യമായിട്ട് ചെയർമാനായാലും മുനിസിപ്പാലിറ്റി പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അത് നമ്മളതല്ല BSNL പറഞ്ഞ് വീട്ടിലാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മഴ തുടങ്ങിയാൽ നവംബർ മാസം വരെയും സ്ഥിരമായിട്ട് ഈ അവസ്ഥയുടെ ഉണ്ടാകുക, തുലാവർഷം കഴിയുന്നവരെ. അപ്പോൾ ഈ ശാശ്വത പരിഹാരം കുറേ കാലം നമ്മൾ ബന്ധപ്പെടുന്നത് ഒരു വിഷയവും ആരും ശ്രദ്ധിക്കുന്നില്ല. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.